പത്തനംതിട്ടയിലെ പമ്പ ഫെസ്റ്റിൽ കാണികളിൽ ഭീതി പരത്തി ശ്രദ്ധേയമാവുകയാണ് ഗോസ്റ്റ് ഹൗസ്. ഇതോടെ പമ്പ ഫെസ്റ്റിന്റെ മുഖ്യ ആകർഷണവും കൗതുകവുമായി മാറിയിരിക്കുകയാണ് ഗോസ്റ്റ് ഹൗസ്. ഒരു പ്രത്യേക സിനിമ കണ്ട അനുഭൂതിയാണ് പേടിപ്പിക്കുന്ന കാഴ്ചകളിലൂടെ പമ്പ കോളേജിന്റെ ഇംഗ്ലീഷ് വിഭാഗം വിദ്യാർത്ഥികൾ ഒരുക്കിയത്. കാഴ്ചക്കാരിൽ ഭീതിയുടെ മായാലോകം തന്നെയാണ് ഇവർ സൃഷ്ടിച്ചത്. പമ്പ കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം മേധാവി ഡോക്ടർ രതീഷ് കുമാറിന്റെയും മറ്റ് അധ്യാപകരുടെയും പിന്തുണയോടെ വിദ്യാർത്ഥിയായ ഗോപുവിന്റെ നേതൃത്വത്തിൽ 50ഓളം വിദ്യാർത്ഥികളുടെ 2 ആഴ്ചത്തെ പ്രയത്നത്തിലാണ് ഗോസ്റ്റ് ഹൗസ് യാഥാർത്ഥ്യമായത്. ഫെസ്റ്റിൽ ഏറ്റവും കൂടുതൽ ആകർഷിച്ചതും ഈ ഗോസ്റ്റ് ഹൗസ് തന്നെ. 10 മിനിറ്റ് പ്രദർശന സമയം കാഴ്ചക്കാർക്ക് നൽകുന്നത് വ്യത്യസ്ത അനുഭവമാണ്. പ്രദർശനം കണ്ടിറങ്ങുന്നവരിൽ മുഖത്ത് ഭയം പ്രകടമാകാത്തവർ വളരെ ചുരുക്കം. പ്രതീക്ഷിച്ചതിലധികം വിജയം ഗോസ്റ്റ് ഹൗസ് നേടിയതിൽ സന്തോഷമുണ്ടെന്ന് അണിയറ പ്രവർത്തകരായ അധ്യാപകരും വിദ്യാർത്ഥികളും പറഞ്ഞു. 1.5 ആഴ്ചയോളം ആയിട്ട് തുടങ്ങിയ പരിപാടിയാണ്. സ്റ്റുഡൻസ് തന്നെ ഒരു 40-45-50ഓളം പേര് നിന്നിട്ട് വർക്ക് ചെയ്തതും പിന്നെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണേലും പ്രിൻസിപ്പലിന്റെ ആണെങ്കിലും കോളേജിൽ നിന്ന് ഫുള്ളാണെങ്കിലും എല്ലാവരുടെയും സഹായവും ഒക്കെ ഉണ്ടായിരുന്നു. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ വക ഓരോ പ്രോഗ്രാമാണ് നടത്തുന്നത്. അപ്പം ഞങ്ങളാണ് സ്പെഷ്യലായിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ വകയായിരുന്നു സ്പെഷ്യലായിട്ട് ഹാലോവിൻ എന്ന തീം ഉപയോഗിച്ച് ഞങ്ങളായിരുന്നു ചെയ്തിരുന്നത്. നേരത്തെ ഈ പരിപാടി ചെയ്തുകൊണ്ട് തന്നെ ഒരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെയ്തു വന്നപ്പോൾ ഇത്രയും വലുതാകുമെന്നൊന്നും വിചാരിച്ചില്ല. പമ്പ കോളേജിലെ പമ്പ ഫെസ്റ്റ് എന്നൊരു ആശയം വന്നപ്പോൾ ഞങ്ങളുടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിച്ചത് ഗോസ്റ്റ് ഹൗസ് നടത്താനായിട്ടാണ്. അപ്പോൾ അത് ഇപ്പം ഫെസ്റ്റ് കഴിയാറായപ്പോൾ ഏറ്റവും സക്സസ് ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഗോസ്റ്റ് ഹൗസാണ്. അതിൻ്റെ ഐഡിയ രതീഷ് സാറിൻ്റെ ആയിരുന്നു. നമ്മുടെ HOD ആണ് രതീഷ് സാറ്. നമ്മുടെ കുട്ടികൾ മൊത്തം ഫുൾ സപ്പോർട്ടായിട്ട് നിന്നു. കുട്ടികളുടെ വിജയമാണിത്. കുട്ടികളാണ് ഇത് മുഴുവൻ ചെയ്തത്. പമ്പ ഫെസ്റ്റിൽ പ്രായഭേദമന്യേ എല്ലാവരും ഗോസ്റ്റ് ഹൗസ് കാണാനുള്ള ആകാംക്ഷയിലാണ്. ഗോസ്റ്റ് ഹൗസ് ശ്രദ്ധയാകർഷിച്ചതോടെ ഇതുപോലെ മറ്റു മേളകളിൽ കൂടുതൽ മികവോടെ ഗോസ്റ്റ് ഹൗസ് അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് വിദ്യാർത്ഥികൾ. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.